നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതിയും ഭരണിയും കാർത്തികക്കാരും ഉൾപ്പെടുന്ന മേടൻ രാശി. ഭാവുകസ്ഥാന അധിപതയം സർവം വീക്ഷിരാമം ശുഭേശ ഭാവാധിപത്യ യോഗമുണ്ട്. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങൾ പ്ലസ് ചെയ്യുമെന്ന് പറയും. അധികമായിട്ട് നമുക്ക് ഗുണം തരുമെന്ന് പറയും, പ്ലസ് ചെയ്യും. അപ്പം ഇതെടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് ഒരു മുൻനിശ്ചയത്തോടു കൂടി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വെല്ലുവിളിയായിട്ട് വരും. ഇവിടെ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് തോന്നി കൺഫ്യൂഷനുണ്ട്. ഇവിടെ നമ്മൾ മാതാപിതാ ഗുരുവിനെ പ്രാപിക്കേണ്ട സമയമാണ്. നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ അറിവ് തേടൽ, അതിന് മടിക്കാൻ പാടില്ല. അപ്പോൾ ദൈവാധീനം അനുകൂലമാവും. മാതാപിതാ ഗുരു ദൈവം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത് മറന്നു പോകുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ അത് തലവേദനയായിട്ട് നമ്മൾ വല്ലവർക്കും വേണ്ടി സാമ്പത്തികം വാങ്ങിച്ച് കൊടുക്കുക, ഇടനില നിൽക്കുക, ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള പ്രശ്നം ഇത് വീണ്ടും നമ്മളെ മുന്നിലേക്ക് വരുന്ന സമയമാണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ഒരു കരുതലും ശ്രദ്ധയും വേണം. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 40 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജോയിൻറ്റ് പെയിൻ, സന്ധിവേദന കൂടുതലായിട്ട് അലട്ടുന്ന സമയം. ഉപ്പുറ്റി വേദന, പെടലി വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതോടൊപ്പം ബ്രഹ്മീഘൃതം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് കഴിക്കുന്നതും ഉചിതമായിട്ടുള്ള മാറ്റമുള്ളതാണ്. ബ്രഹ്മീഘൃതം. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി. ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ആദേ പിതർ മരുതാം സുമതമേതുമാന സൂര്യസ്യ സന്ദ്രചോ യുയോധ. രുദ്രസൂക്തത്തിൽ പറയുന്നത് പോലെ പഞ്ചഭൂത ആധിപത്യം നമ്മുടെ ഓരോ അണുവിലും ഉണ്ടെന്നുള്ളതാണ്. പഞ്ചഭൂതാധിപത്യം, ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി തുടങ്ങിയിട്ടുള്ള തത്വങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പഞ്ചഭൂതാധിപൻ സാക്ഷാൽ മഹേശ്വരൻ തന്നെയാണ്. അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ താമസിക്കുന്ന ഗൃഹമായിരുന്നാലും വർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നാലും ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമായിരുന്നാലും ഈ പഞ്ചഭൂതാധിപത്യ ശുദ്ധി വേണമെന്നുള്ളതാണ്. അഗ്നിശുദ്ധി, വായുശുദ്ധി, പരിസരശുദ്ധി, ഭൂമിശുദ്ധി എന്നൊക്കെ പറയാം. ഇത് സ്വയം ഉണ്ടാകുന്നത് പ്രകൃതിദത്തമായിട്ട് മഴ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാകും. അല്ലാതെ നമ്മൾ ചെയ്യേണ്ടത് ആ ശുദ്ധി കാര്യങ്ങൾ നമ്മൾ അമാന്തിക്കാൻ പാടില്ല, മാറ്റിവെക്കാൻ പാടില്ല. അവിടെയാണ് പഞ്ചപുണ്യാഹ ശുദ്ധി ചെയ്ത് നമ്മുടെ വീടായിരുന്നാലും കടയായിരുന്നാലും എവിടെയായിരുന്നാലും ശരി തന്നെ ആ നെഗറ്റീവിനെ ഒഴിവാക്കിയെടുക്കുക. ആ പഞ്ചപുണ്യാഹ ശുദ്ധി നമ്മുടെ ഗൃഹത്തിലോ അമ്പലത്തിലോ ചെയ്ത് ആ തീർത്ഥം തളിക്കുക. നിശ്ചയമായിട്ടും മാറ്റം 2 ആഴ്ചക്കകത്ത് തന്നെ ഏത് കാര്യത്തിലാണോ നമുക്ക് അനുകൂലമായി വരേണ്ടത് ആ തടസ്സങ്ങൾ അനുകൂലമായിട്ട് വരും. മകയിരത്തര തിരുവാതിര പുണർതത്തി മുക്കാൽ മിഥുന രാശി. പ്രാണ അപാന വ്യാന ഉദാന സമാനോ മേ ശുദ്ധ്യന്താം. സപ്തശുദ്ധിയിൽ വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ ഇറുക്കിൽ പറയുന്നത് പഞ്ചപ്രാണനെ പറ്റിയിട്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇവിടെ ധനഞ്ജയൻ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ദഹനപ്പെട്ട് കഴിഞ്ഞാൽ
ഈ ധനഞ്ജയന് പ്രാധാന്യം വളരെ കൂടുതൽ. ധനഞ്ജയനും മനുഷ്യനും പിതൃക്കളും ഇടയിൽ ഉള്ള ഒരു കണക്ടിവിറ്റി ഉണ്ടെന്നുള്ളത് ആ സങ്കല്പം. അപ്പം ധനഞ്ജയ ഉപചാരക്രിയ ചെയ്യാന്ന് പറയും. അപ്പം നമ്മൾ കൊടുക്കുന്ന സമർപ്പണം, പ്രത്യേകിച്ച് പിതൃക്കൾക്ക് മരിച്ചവർക്ക് വേണ്ടി കൊടുക്കുന്ന സമർപ്പണം, അതും പഞ്ചദ്രവ്യങ്ങളാണ്. ഉണക്കലരി, എള്ള്, തേന് ഇതെല്ലാം ചേർത്ത് ബലിക്കാക്ക വന്ന് സ്വീകരിക്കുക, അല്ലെങ്കിൽ മത്സ്യങ്ങൾ സ്വീകരിക്കുമ്പോൾ പിതൃക്കൾക്ക് കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സങ്കല്പം, വിശ്വാസം. അപ്പം അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പിതൃക്കളുടെ അനുഗ്രഹം നേടുക എന്നുള്ളത് മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ള സമയമാണ്. പല കാരണങ്ങൾ കൊണ്ടും മാറ്റിവെച്ചത്, ചെയ്യാൻ പറ്റാത്തത്, മറന്നുപോയതൊക്കെ കാണാം. പക്ഷെ അതൊരൊറ്റ പ്രായച്ചിത്തത്തോടു കൂടി അതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ചെയ്യും. അമ്പലത്തിൽ പോയി ചെയ്താലും മതി. തിലഹോമം, ബലി, പ്രായച്ചിത്ത സമർപ്പണം ചെയ്ത് വിഷ്ണു ഭഗവാന് പാൽപ്പായസ നിവേദ്യവും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പുണർത്തത്തിക്കാൽ പൂയം, ആയില്യം, കർക്കിടക രാശി. ഇവിടെ രാഹുകേതു ബന്ധന ദൃഷ്ടി കാണുന്നുണ്ട്. ആത്മനെ അന്ധരാത്മനെ ക്രിയാത്മനെ ഭാവാത്മനെ യോഗാത്മനെ സർവാത്മനെ. അപ്പോൾ ആത്മനെ എന്നിലേക്ക്, ക്രിയാത്മനെ ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക്, യോഗാത്മനെ സങ്കല്പങ്ങളിലേക്ക്, ഭാവാത്മനെ സ്വപ്നങ്ങളിലേക്ക്, സർവാത്മനെ എല്ലാ കാര്യത്തിലേക്കും നമ്മുടെ മനസ്സും ശരീരവും ലയിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പം ആത്മതത്വജ്ഞാനത്തിലൂടെ രാഹുകേതു ദൃഷ്ടി വന്നാൽ എന്ത് ചെയ്യും? നാഗരാജ, നാഗയക്ഷി, നാഗകന്നി അതിന് സമർപ്പണം ചെയ്യണം. കാളഹസ്തി പോയി രാഹു പൂജ ചെയ്യാം, അല്ലെങ്കിൽ അമ്പലത്തിൽ ആയില്യ പൂജയ്ക്ക്, സർപ്പപ്രതിക്ക് അഭിഷേക പൂജകൾ ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുന്നതോടുകൂടി നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാലാനുസൃതമായിട്ട് നമുക്ക് ദീർഘകാലം അനുഭവിക്കാൻ പറ്റും ഈ രാഹുകേതു ദോഷം. അതുപോലെ തന്നെ ഈ രാഹുകേതു പൂജ ചെയ്യുന്നതോടൊപ്പം തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്നത് വളരെ വിശേഷം. സൂര്യൻ തുടങ്ങിയിട്ട് 9 ഗ്രഹങ്ങൾക്ക് ഉപചാര സമർപ്പണം ചെയ്ത് ശനിക്ക് എള്ളെണ്ണ ധാര ചെയ്യുന്നത് വളരെ ഗുണമാണ്. ആ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് അനുകൂലമായി ദൈവാധീനം തുണയാകും. ഉത്തരത്തിമുക്കാൽ അത്തം, ചിത്തിരത്തര, കന്നിരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ നിരുത്തരവാദപരമായിട്ട് നമ്മൾ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങൾ, സ്വന്തം കാര്യം മാറ്റി വെച്ച് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ പോകാൻ, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോകാൻ സമയമുണ്ട്. നമ്മുടെ സ്വന്തം കാര്യവും സ്വന്തം വീട്ടുകാര്യവും തഥൈവ ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും നിരന്തരം നമ്മൾ ബാധിക്കുന്ന കാര്യമാണ്. ഇത് കൂടുതൽ വഷളായി വരാതെ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കി ചെയ്തേ പറ്റൂ. അപ്പം അതിനൊരു ആർജവത്വം ഉണ്ടാകണം. അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യുക? എൻ്റെ ഭാര്യ, എനിക്കെൻ്റെ കുട്ടികൾ, എനിക്കെൻ്റെ കുടുംബം എന്നുള്ള ഒരു സ്വാർത്ഥ മനോഭാവം ഉണ്ടായി പറ്റുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഉണ്ടായാലേ ജീവിതത്തിൽ ലക്ഷ്യബോധത്തിലേക്ക് എത്താൻ പറ്റൂ. എന്തിന് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ. അപ്പം ഇതിന് വീട്ടിലെ അമ്മമാർ പറ്റുമെങ്കിൽ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും സമയക്കുറവുകൊണ്ട് മറന്നതും മാറ്റിവെച്ചത്. വ്രതങ്ങൾ എടുക്കണം എന്നല്ല, മാസത്തിൽ ഒരു ദിവസം ഷഷ്ടി വ്രതമോ, ഏകാദശി വ്രതമോ, പ്രദോഷ വ്രതമോ, പൗർണമി വ്രതമോ എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള മാറ്റത്തിൽ നമ്മൾ കുടുംബാന്തരീക്ഷത്തിൽ ഒരു ഏകീകരണവും സന്തോഷവും സമാധാനവും ഉണ്ടാവും. യാതൊരു സംശയമില്ല. വ്രതത്തിന് അതിൻ്റേതായിട്ടുള്ള എനർജി ഉണ്ട്. അപ്പോൾ വ്രതത്തിന് അത്രത്തോളം പണ്ടേ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സാംസ്കാരിക ആത്മീയപരമായിട്ടുള്ള കുടുംബ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു വ്രതത്തിന് 1000 പുഷ്പാഞ്ജലി ചെയ്യുന്നതിൻ്റെ ഫലമുണ്ട്. ഒരമ്മയോ ഒരു ലേഡിയോ ഒരു സ്ത്രീയോ അതാരായിരുന്നാലും പ്രത്യേകിച്ച് അവർ ചെയ്യും. വ്രതം എല്ലാവർക്കും എടുക്കാം. അത് കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടാണ്.
തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതാണ് അഭികാമ്യമായിട്ടുള്ള ദൈവാധീനത്തിന് തുണയായിട്ടുള്ള ഒരു വഴി. വിശാഖത്തെക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ ശത്രുദോഷം, എതിർപ്പുകൾ കൂടി വരുന്ന സാഹചര്യങ്ങളാണ്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് 2 തവണ തട്ടിമാറിപ്പോയി വീണ്ടും ഒരു പ്രശ്നത്തിൽ നമ്മൾ പെടാനുള്ള സാഹചര്യവും സാമ്പത്തിക നഷ്ടം വരാനുള്ള സാഹചര്യവും ബിസിനസ് പൂട്ടിക്കെട്ടി പോണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയും വന്നുകൂടായികയില്ല. കരുതൽ, നമ്മുടേതായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. അപ്പം ഈ ശത്രുത, ശത്രുദോഷം, ശത്രു മനോഭാവം, വൈരാഗ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ, പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്താർച്ചന 7 വ്യാഴാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതം. 7ാമത്തെ വ്യാഴാഴ്ച പാൽപ്പായസ നിവേദ്യവും ഭഗവാന് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഈ വക ശത്രുദോഷങ്ങൾ, ബന്ധനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം അനുകൂലമായിട്ട് കിട്ടും. മൂലം, പൂരാട, ഉത്രാടത്തിക്കാല് ധനുരാശി. ഇവിടെ കുടുംബ കോടതിയിൽ കിടക്കുന്ന തർക്കവിതർക്കങ്ങൾ പുറമേക്ക് പരിഹരിച്ച് രണ്ടുപേർക്കും ഒന്നിച്ചു പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ന്യായമായിട്ട് കൊടുത്തു തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, കുട്ടികളുടെ കാര്യത്തിൽ ശരിയായിട്ടുള്ള ദിശാബോധത്തോടു കൂടി അവരുടെ കാര്യത്തിന് മറ്റു കാര്യങ്ങൾ തടസ്സം വരാതെ, നഷ്ടം വരാതെ അവരുടെ ഭാവി ഭദ്രമാക്കുന്നതിനുള്ള തീരുമാനമെടുക്കാൻ, പ്രത്യേകിച്ച് ഡിവോഴ്സ് വരെ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ള കുടുംബ വ്യവഹാരങ്ങൾ പുറമേക്കൊരു ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള ഈശ്വരാധീനം ഈ വാരഫലത്തിൽ കാണുന്നുണ്ട്. ക്ഷമയും കുറച്ച് വിട്ടുവീഴ്ചയും നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് ചുരുക്കം. അഡ്വക്കേറ്റ് പറയുന്നത് നമ്മൾ കേൾക്കണം. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ള ഭാവിയെപ്പറ്റി ചിന്തിച്ച് അത് കോടതിയിലും ഈ തർക്കത്തിലും കിടന്ന് ഉഴലണോ, ഇനിയും നഷ്ടപ്പെടണോ, ലോസ്, സമയമായിരുന്നാലും സാമ്പത്തികം നമ്മൾ ചിന്തിച്ചേ പറ്റൂ. അതിന് ഒരു ശരിയായിട്ടുള്ള ദിശാബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട വാരഫലമാണ് തരുന്നത്. ഇവിടെ ദേവീക്ഷേത്രത്തിൽ നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനയും സമർപ്പണവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ ന്യായമായിട്ടുള്ള രീതിയിൽ നടക്കാൻ ദൈവാധീനം തുണയാകും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. മകരരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില വ്യക്തിബന്ധങ്ങൾ അകന്നു പോകുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. സംഘടനാപരമായിട്ടുള്ള രീതിയിൽ നിൽക്കുമ്പോൾ സ്ഥാനങ്ങൾ തെറിക്കാനും അതനുസരിച്ച് നമ്മളെ കൂടെ നിൽക്കുന്നവർ നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധ, അതോടൊപ്പം തന്നെ ക്ഷമ ഈ സമയത്ത് നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടുന്ന കാര്യം തന്നെയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ സഹായകരമായിട്ട് മുന്നോട്ട് പോകാനും പരിഹരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ സാമ്പത്തിക, പ്രത്യേകിച്ച് ആ പ്രതീക്ഷ അനുകൂലമായിട്ട് സാമ്പത്തിക ഇടപാട് നടക്കാൻ, ഈ വസ്തു ഇടപാട് സഹായകരമാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. മൂന്നാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം, എക്സാം ടൈമിൽ ടെൻഷനും അസ്വസ്ഥതയും കൺഫ്യൂഷനും ഉള്ളവരെ സംബന്ധിച്ചോളം വിദ്യാ സരസ്വതി കവച മന്ത്രം കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കഴിവില്ലാത്ത പലരും നല്ല റിസൾട്ട് വന്ന് മുന്നോട്ട് പോകുമ്പോൾ തീരെ താഴോട്ട് പുറകോട്ട് നമ്മളുടെ റിസൾട്ട് വരാൻ പാടില്ല. ലോസ് അത് നമുക്ക് തന്നെയാണ്. ഇനിയും സമയമുണ്ട്. ശ്രീവിദ്യാ സരസ്വതി മന്ത്രകവചം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് മുന്നോട്ട് പോകാം. ദൈവാധീനം കാണുന്നുണ്ട്. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി.
കുംഭരാശിക്കാരെ സംബന്ധിച്ച് ഗൃഹത്തിൽ ഓരോ തരത്തിലുള്ള നെഗറ്റീവ്സ് ഉണ്ടാകുക, ഭീഷണി ഉണ്ടാകുക, എനിക്കിനി പറ്റില്ല എങ്കിൽ തരത്തിൽ നിസ്സാരം ചെറിയ ചില കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകുക, അത് ഒഴിവാക്കാൻ പറ്റാതിരിക്കുക. എപ്പോഴും മൊബൈലിൽ നമ്മൾ ഫോണ്, ചാറ്റിങ്, ഈ തരത്തിൽ നമ്മുടേതായിട്ടുള്ള പഠന കാര്യങ്ങളിൽ വ്യതിചലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് അന്തരീക്ഷം. ഭക്ഷണം തന്നെ വേണ്ട, ഉറക്കം തന്നെ ശരിയില്ല, എല്ലാത്തിലും ഒരു അലസത, മന്ദത അത് കാണുന്നുണ്ട്. ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. ഇവിടെ ഗൃഹത്തിൽ ഭഗവതി പൂജ അത് ചെയ്ത് ആ വീട്ടിനകത്തുള്ള ലക്ഷ്മി സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് അഭികാമ്യം. അതോടൊപ്പം തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, മത്സ്യബന്ധനാദി കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന സമയം. അവരവർ ചെയ്ത പണിയുടെ വിളവായ ഏത് തരത്തിലായി, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ്. വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല കാര്യങ്ങളുണ്ട്. പുതുതായിട്ടുള്ള വാഹനം എടുക്കുക, ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ വാരം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ധന ആഗമ യോഗം, വിജയത്തിലേക്കും അതോടൊപ്പം നേട്ടത്തിലേക്കും എത്താൻ ദൈവാധീനം കാണുന്നുണ്ട്. പുരുരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി, മീനൻ രാശി. ദൈവാധീനം നല്ല രീതിയിൽ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബുധൻ്റെയും ശനിയുടെയും മൗഢ്യപാപസ്ഥിതി ദോഷം നമുക്ക് നെഗറ്റീവ് തരാൻ പാടില്ല. അതായത് അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക അധിക ചെലവുകൾ വീണ്ടും വീണ്ടും നമ്മളെ വേട്ടയാടുന്ന അവസ്ഥ മാറും. നമ്മൾ സഹായിച്ച ഗോൾഡ്, മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് സഹായിച്ചവരുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാകുന്ന എതിർപ്പ്, ദേഷ്യം മാറി തിരിച്ച് തരാനുള്ള മനസ്ഥിതി അനുകൂലമാക്കി എടുക്കും. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില ഭാഗത്ത് വീട്ടുവീഴ്ചയോട് കാര്യങ്ങൾ നടത്തി ന്യായമായിട്ടുള്ള ഒത്തുതീർപ്പുണ്ടാകണം. വീട്ടിനകത്തുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളും കോട്ടങ്ങളും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ജ്ഞാന സമർപ്പണം ഉണ്ടാകണം, അറിവിൻ്റെ സമർപ്പണം. ഇതിന് തീർച്ചയായിട്ടും വിഘ്നേശ്വരന് വിഘ്നങ്ങൾ മാറാൻ, അനുഗ്രഹിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റും. കറുകമാല 7 വ്യാഴാഴ്ചയെങ്കിലും ഭഗവനെ സ്ഥാപിക്കും. ബീജാപൂരഗതേഷു കർമ്മകർജ ചക്രാബ്ജ പാശാൽഫലവും പാശവുമായിട്ട് നിൽക്കുന്ന ശ്രീ വിഘ്നേശ്വര ഭഗവാനെ തൊഴുത് നാളികേരമുടച്ച് 7ാമത്തെ വ്യാഴാഴ്ച ഭഗവാനെ അപ്പനിവേദ്യം അല്ലെങ്കിൽ അടനിവേദ്യം കൂടി ചെയ്യുന്നത് ഒത്തിരി കാര്യങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വിഘ്നങ്ങൾ മാറി മുന്നോട്ട് പോകാൻ ദൈവാധീനം തുണയായിട്ടും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച